ബൈറന്റെയും ഷെല്ലിയുടെയും കീറ്റ്സിന്റെയും ഒക്കെ പേരുകൾ കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കവിത ഉണ്ടാവില്ല. മിനിമം അവരുടെ കൃതികൾ തർജ്ജമ ചെയ്യാനുള്ള ഭാഷാ പരിജ്ഞാനമെങ്കിലും വേണം. മണിമാളികയിൽ കവിത ജനിക്കില്ല കുട്ടി. യഥാർത്ഥമായ ജീവദർശനമുള്ളവർക്ക് അത് സാധിക്കും. കവിത ഛന്ദോബദ്ധമായിരിക്കണം. വൃത്തതാള നിബദ്ധം. ഭാവഭംഗിയും രൂപഭംഗിയും ഒപ്പം വേണം. എന്താ ഇത്? അവിടെയാണല്ലോ. അകലെയാണെപ്പോഴും സൂര്യൻ, കനൽക്കണ്ണിലെരിയുന്നു രോഷാഗ്നിനാളം, വെറുതെ വ്രതം നോറ്റിരിക്കുന്നു താമര, കഥയറിയാതെ എപ്പോഴും. ഇതെന്താ? നേരും നേരും ചേർന്നാൽ നുണയായി മാറുന്നു, നുണയും നുണയും ചേർന്നാൽ നേരായി മാറുന്നു. അതെങ്ങനെയാ? നേരും നേരും ചേർന്നാൽ നുണയായി മാറുമോ? നുണയോ? ആകുമായിരിക്കും, ആർക്കറിയാം. കുട്ടാ, കുട്ടാ ഏതാ? ഏത്? ആ കയ്യിലിരിക്കുന്നത്. ഓ, ഇത് വെറുതെ രാത്രി ഉറക്കം വരാതിരിക്കുമ്പോ ഇരുന്ന് കുത്തി കുറിയുന്നതാ. അപ്പോ കുട്ടന് കവിത എഴുതാൻ അറിയോ? എനിക്ക് വേണ്ടി ഒരെണ്ണം ചൊല്ലാമോ? ഇപ്പോഴോ? പ്ലീസ്. മാനത്തെ മയിലേ വരൂ, ചിറകിലെ രോമവും തലയിലെ പൂടയും കൊഴിയുകില്ലോ മനെ കൊഴിയുകില്ല, നിന്നരുമ പൂവാടിൽ നീ തേടുവതാരെ. ആരാ വിളിച്ചോ? അതെ, ചായ കൊണ്ടുവരട്ടെ? ചായയാണോ കാപ്പിയാണോ? കാപ്പിയാണോ? ചായ ചായ മതിയല്ലേ? എന്തായാലും മതിയല്ലേ? ഗുഡ് മോർണിംഗ് മായസ് മേനോൻ. ആ, കമലമ്മയോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ആ, ഡാഡിയുടെ പുറത്തെവിടെ പോയിരിക്കുക? മോളിന്ന് കോളേജിൽ പോയില്ലേ? ഓ, ഇന്ന് അവധിയാണല്ലോ. പിന്നെ പോളിസി ഒന്നും എടുക്കുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് മതി അല്ലേ? എന്തോ ആലോചനയൊക്കെ നടക്കുന്നു കേട്ടല്ലോ, ശരിയാണോ? അടുത്ത വീട്ടിൽ താമസിക്കുന്ന മാസ്റ്റർ പോയെന്ന് കേട്ടല്ലോ. ഇപ്പൊ ആരാ താമസിക്കുന്നത്? പോളിസി ഉള്ളവരാണോ എന്തോ? ആ, കമലമ്മ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഇപ്പൊ താമസിക്കുന്നതേ എന്റെ കോളേജിൽ ലെക്ചറാ. നല്ല മനുഷ്യനാ. പിന്നെ ഒരു ക്രിസ്ത്യാനി ഉണ്ടല്ലോ, LIC ഏജന്റായിട്ട്, മെലിഞ്ഞ് പൊക്കത്തിലുള്ള ഒരു മനുഷ്യൻ. ആര്? ചാക്കോയോ? ആ, അയാളെന്നെ. അയാള് 2 ദിവസമായി കേറി ഇറങ്ങി നടക്കുന്നു. പക്ഷെ ഭാഗ്യത്തിന് ആ സമയത്തൊന്നും സാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് അവധി ആയതുകൊണ്ട് സാർ ഇപ്പൊ അവിടെ ഉണ്ട്. കമലമ്മ ഉടൻ പോയാ സാറിനെ കൊണ്ട് പോളിസി എടുപ്പിക്കാം. ആണോ? എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. താങ്ക് യു, താങ്ക് യു.
ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഇപ്പൊ തന്നെ വന്നത് നന്നായി. സാർ പുറത്തു പോകുന്നതിന് മുമ്പേ എനിക്ക് കാണാൻ സാധിച്ചല്ലോ. എന്റെ പേര് കമലം. LIC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സാർ ഇതുവരെ പോളിസി ഒന്നും എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. പിന്നെ എടുക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം. അല്ല, സാർ എന്തിനാ നിൽക്കുന്നത്? ഇരിക്കണം. LIC is one of the best saving schemes. That you know. Your future is very safe in our hands. We have lots of schemes. Further, we have started a new scheme. 5 years, 10 years, 15 years. If you're joining in 15-year scheme, you are getting a lot of benefits. Now you decide which one you want. 5 years, 10 years, 15 years? Yes, sir. Which one you prefer, sir? അല്ല, സാറിന്റെ സബ്ജക്ട് എന്താണ്? അല്ല, സാറ് കോളേജില് ഏത് സബ്ജക്റ്റാ എടുക്കുന്നതെന്ന്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം എടുക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, സംസ്കൃതം എല്ലാം എടുക്കും ഞാൻ. അത് പ്രശ്നമൊന്നുമില്ല. കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന്റെ മുഖത്തൊരു സകലകലാ വല്ലഭന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അപ്പോ 50,000 1 lakh 10 years 15 years എന്താ അല്ല പോളിസിയെ? പോളിസി അതിരിക്കട്ടെ, ഒരു വലുത് തന്നെ ആയിക്കോട്ടെ. ടിക്കറ്റ് എത്ര രൂപയാ? 2 രൂപയോ 1 രൂപയോ? എന്താ എന്താ അല്ല സാർ എന്താ പറഞ്ഞു? എനിക്ക് ഈ ചെവി അല്പം കുറവാ. 2 രൂപയോ 1 രൂപയോ ടിക്കറ്റ്? നീ മാർക്കറ്റിൽ പോയില്ല? ഇല്ല, ദേ ഇവരാ? അല്ലാതെ ഞാൻ വള്ളി വിടണ്ടേ മനുഷ്യന്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോ സാറാണോ ആ സാറ്? അപ്പൊ ഈ സാറ്? ഏത് സാറ്? അവനോടത്തെ സർവന്റാ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആകെ നാണക്കേടായി. ആ വേലക്കാരനെയാ കേറി സാറേന്ന് വിളിച്ചത്. എന്തായി കമലമ്മേ, പോളിസി വല്ല ഒത്തോ? ഒത്തു. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? അയാൾ മനുഷ്യനാണോ? ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നലെങ്കിലും അയക്ക് വേണ്ടേ? ഞാൻ കാല് പിടിക്കുമ്പോ അയാൾ കളിച്ചു കയറാൻ വരിക. സിംഹം അതുപോലെ തന്നെയാ പെരുമാറ്റവും. പക്ഷെ ഈ കമലം ഇവിടെ ഇല്ല. ആ സിംഹത്തെ കൊണ്ട് ഞാനൊരു പോളിസി എടുപ്പിക്കും. മോള് നോക്കിക്കോ. അതെ, എന്തൊക്കെയാ? മേനോൻ സാറും അരിക്കുഞ്ഞും പുറത്തു പോയി. മായമോള് മുകളിലുണ്ട്. മോനേട്ടാ, എന്തായി കാണിക്കുന്നത്? എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ പേടിച്ചു പോയി. ഒരു കോമ്പറ്റീഷൻ അയക്കാനുള്ളതാ. കോമ്പറ്റീഷനോ? ഈ ചക്കട വണ്ടിയോ? പിന്നെ നിനക്ക് വേറെ ഒരു പണിയില്ലേ? മോനേട്ടാ, പുറത്തൊന്ന് പോയേ. എന്തിനാ? ഞാനിവിടെ എന്താ? മോനേട്ടാ പ്ലീസ് പുറത്തിറങ്ങി നിൽക്കേ. എനിക്ക് ഡ്രസ് മാറണം. അത് തന്നെ, ഞാനിവിടെ എന്നാൽ എന്താന്ന്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ പുറത്തു നിൽക്കാല്ലേ? ഞാൻ പുറത്ത് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമാണോ? അതെ. എന്നാ പിന്നെ പുറത്ത് നിൽക്കാല്ലേ?
സുരേട്ടാ എന്തായി കാണിക്കുന്നത്? നീ എന്തിനാ ചൂടാവുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് വെച്ച് നടപ്പില്ല. മായ, ആർ യു സീരിയസ്? യെസ്, ഐ എം ഡെഡ് സീരിയസ്. ടിക്കറ്റ് ഇനി ആരാ ടിക്കറ്റ് വാങ്ങാനുള്ളത്? അല്പം ഒന്ന് പുറകോട്ട് മാറി നിന്നിട്ട്. ടിക്കറ്റ് അനിയ ഒന്ന് മാറി. ടിക്കറ്റ് ഇനി ആരാ ടിക്കറ്റ് വാങ്ങാനുള്ളത്? ഒരു 50. 20 രൂപ ചില്ലറയില്ലല്ലോ. എന്നാ ഒരു രൂപ ടിക്കറ്റ്. എന്നാലും ഇല്ല. ഇനി ആരാ ടിക്കറ്റ്? 250. ഒരാളാരാ? ദേ. സർ, ഞാനും ആ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ചില്ലറ. സാർ അവിടെ ഇറങ്ങിയിട്ട് ചില്ലറമാറി കൊടുത്താൽ മതി. ടിക്കറ്റ് ഇനി ആരാ ടിക്കറ്റ് വാങ്ങാനുള്ളത്? ഒന്ന് ഒതുങ്ങി ഇരുന്നാ തമ്മച്ചി. കുറച്ചൊന്ന് ഒതുങ്ങിനാട്ടെ. ടിക്കറ്റ് ഇറങ്ങാനുള്ളവരൊക്കെ ഒന്ന് വേഗം ഇറങ്ങിക്കട്ടെ. വേഗം ആട്ടെ, നേരം പോന്നു. ഞാൻ സാറിന്റെ നെയ്ബറാണ്. പേര് മായ. മായ എസ് മേനോൻ. അച്ഛൻ ബാങ്കിൽ, അനിയൻ BA സെക്കൻഡ് ഇയർ. കുട്ടികൾക്കൊക്കെ സാറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ വലിയ കാര്യമാ. ലതിക പറഞ്ഞു, എന്റെ കൂട്ടുകാരി. സാർ ഒന്നും വിചാരിക്കരുത്. അന്ന് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഹരി അല്പം ചൂടനാ. അതിനുശേഷം ഡാഡി ഹരി ഒരുപാട് വഴക്ക് പറഞ്ഞു. സിംഹം. കുട്ടാ, എന്തോ എന്താ സാറേ? ഇത് അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ കൊണ്ട് കൊടുക്കണം. 50 പൈസയോ? അല്ല സാറേ, 50 പൈസയേ ഉള്ളൂ. പറഞ്ഞത് കേട്ടാ മതി. അല്ല, ഇപ്പൊ തന്നെ ഞാൻ പോണോ? ഇപ്പൊ തന്നെ പോണം. കുട്ടാ, ഞാനിനി പറയുന്ന കൂടെ അവളോട് പറയണം. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ്. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഒന്ന് പറഞ്ഞേ. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എന്താ സംശയമൊന്നുമല്ലോ? എഴുതി തരണോ? വേണ്ട വേണ്ട. അല്ല സാറേ, അത് ഞാനത് ഒന്നുകൂടി പറഞ്ഞേ. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. മനസ്സിലായി മനസ്സിലായി. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. താങ്ക്സ്, ഡോണ്ട് താങ്ക്സ്, ഡോണ്ട് ഗേറ്റ് അടയ്ക്കട്ടെ. താങ്ക്സ്, റിപ്പീറ്റ് ഇറ്റ്. താങ്ക്സ്, റിപ്പീറ്റ്. താങ്ക്സ്, റിപ്പീറ്റ്. താങ്ക്സ്, റിപ്പീറ്റ്. താങ്ക്സ്, റിപ്പീറ്റ്. താങ്ക്സ്. എന്റെ ദൈവമേ, എന്താ ഒന്നുമില്ല. താങ്ക്സ്, റിപ്പീറ്റ്. താങ്ക്സ്, പിന്നെ റിപ്പീറ്റ്. എന്താ പിന്നൊന്നുമില്ല. എന്താ പറഞ്ഞത്? ഇത് തരുമ്പോ സാറ് പറയാൻ പറഞ്ഞതാ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, സഹായത്തിന് നന്ദി, വീണ്ടും പ്രതീക്ഷിക്കുന്നു. അത് തന്നെ, അത് തന്നെ. ഇംഗ്ലീഷിന്റെ അർത്ഥം മലയാളത്തിൽ സാറ് തന്നെ പറഞ്ഞതാണോ? മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാൻ. അപ്പൊ ഞാൻ വരട്ടെ. നിൽക്കൂ. ഇത് സാറിന്റെ കൊടുക്കണം. കരളിലെ ദാഹവും അടങ്ങൂകില്ലോ മനെ. സാറേ കൊടുത്തോ? എന്ത് പറഞ്ഞു?
സാറ് പറഞ്ഞു തന്നതുപോലെ തന്നെ പറഞ്ഞു. ഉം. ദേ സാറിന്റെ കയ്യിൽ തരാൻ. ദേ ഐ എക്സ്റ്റെൻഡ് മൈ വിഷ് ടു ഹെൽപ്പ് യു ആൾവേസ്. നീ എന്താണ് അവിടെ ചെന്ന് പറഞ്ഞത്? അല്ല സാറേ, ഞാനത് എന്താ അറിയത്? സാറ് പറഞ്ഞു തന്ന പോലെ തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? താങ്ക്സ്, റിപ്പീറ്റ് ഇറ്റ്. യു സ്റ്റുപ്പിഡ് റാസ്കൽ. നീ എന്താണ് അവിടെ ചെന്ന് പറഞ്ഞത്? പൊന്നു സാറേ, ഒന്നും ചെയ്യരുത്. കുട്ടൻ പാവമാണ്, ഒന്നും ചെയ്യല്ലേ. ഉം. ഈ തോക്കിൻ്റെ കൂടി തീരുന്ന ഞാൻ അറിഞ്ഞോ? വന്ന വഴിയെ പോ.